നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ഒക്ടോബർ മാസം 18-ാം തീയതി സർവേശ്വരകാരകനായ വ്യാഴം കർക്കിടകം രാശിയിലേക്ക് സംക്രമിക്കുകയാണ്. സാധാരണയായി ഒരു രാശിയിൽ ഒരു വർഷത്തോളം വ്യാഴം സഞ്ചരിക്കാറുണ്ട്. എന്നാൽ 2025 വ്യാഴം 3 രാശികളിൽ മാറി മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിനെ ജീവ അതിചാര കാലം എന്നാണ് വിളിക്കുന്നത്. ഒക്ടോബർ മാസം 18-ാം തീയതി കർക്കിടകൻ രാശിയിലേക്ക് വ്യാഴം സംക്രമിക്കുന്ന സമയത്ത് വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതിയിൽ എത്തുമെന്നും ഇത് ധാരാളം നല്ല ഫലങ്ങൾ നൽകുമെന്നും പറയപ്പെടുന്നു. വ്യാഴത്തിൻ്റെ കർക്കിടകൻ രാശിയിലേക്കുള്ള ഈ രാശിമാറ്റം വിവിധ രാശിക്കാർക്ക് സാമ്പത്തികമായും തൊഴിൽപരമായും കുടുംബപരമായും നേട്ടങ്ങളും ഗുണാനുഭവങ്ങളും നൽകുന്നതാണ്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യപാദം എന്നിവ ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് 5-ാം ഭാവാധിപനും അഷ്ടമാധിപനുമായ വ്യാഴമാണ് ഇപ്പോൾ 11-ാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ധാരാളം ഗുണാനുഭവങ്ങൾ ലഭിച്ചു കൊണ്ടിരിക്കുന്ന കാലമായിരിക്കും. ദൈവാധീനത്തോടെ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കിട്ടുന്ന സമയമാണ്. എന്നാൽ ഒക്ടോബർ 18-ന് 11-ാം ഭാവത്തിൽ നിന്നും 12-ാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു. 12-ാം ഭാവത്തിൽ വ്യാഴം അത്ര അനുകൂലമല്ല. എങ്കിലും 12-ൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ട് ചിങ്ങം രാശിയുടെ 4-ാം ഭാവത്തിലേക്കും 6-ാം ഭാവത്തിലേക്കും അഷ്ടമഭാവത്തിലേക്കും ഉള്ള ദൃഷ്ടി വളരെയധികം ഗുണാനുഭവങ്ങൾ തരുന്നതാണ്. കൂടാതെ കർക്കിടകം രാശിയിൽ നിൽക്കുന്ന വ്യാഴം ഉച്ചസ്ഥിതി കൊണ്ടും ദോഷാനുഭവങ്ങൾ തരുന്നില്ല. ദുരിതാനുഭവങ്ങൾക്ക് കുറവ് വരുന്നതാണ്. ദൈവാധീനം വർദ്ധിപ്പിക്കേണ്ടതാണ്. പിതൃസ്വത്ത് സ്വന്തം പേരിലാകുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനും പുതിയ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സാധ്യമാകും. ഭൂമി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഗുണകരമാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഗുണപ്രദമായിരിക്കും. വാഹനം മാറി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹം സഫലമാകുന്നതാണ്. അമ്മയിൽ നിന്നും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും. കുടുംബത്തിൽ സുഖവും സന്തോഷവും സമാധാനവും ഉണ്ടാകും. ശത്രുശല്യം കുറയും. രോഗങ്ങൾ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്നതാണ്. രോഗശമനം പ്രതീക്ഷിക്കാം. കടബാധ്യതകളിൽ നിന്നും മോചനമുണ്ടാകും. ബന്ധുക്കളുമായി യോജിച്ചു പോകാനും ബന്ധുക്കളിൽ നിന്നും സഹായങ്ങളും പ്രതീക്ഷിക്കാം. സന്താനങ്ങൾക്ക് പലവിധ നേട്ടങ്ങളും ഉണ്ടാകും. മനോബലം വർദ്ധിക്കും. സേവന തൽപരരായിരിക്കും. കഠിന പ്രയത്നം ചെയ്യാൻ അവസരങ്ങൾ ഒരുങ്ങുന്നതാണ്. മത്സര പരീക്ഷകളിലും വിജയം നേടാൻ സാധിക്കും. ജാതകത്തിലുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ച് ചില ഫലങ്ങളിൽ മാറ്റങ്ങൾ വരാം. നമസ്കാരം.